പണ്ടൊക്കെ എത്ര ഓർഡർ ഇപ്പോൾ അടിച്ചാണ് ജസ്റ്റ് മിസ്. അവിടെ കയറേണ്ട വല്ല ആവശ്യം ഉണ്ടാകുന്ന വലിയ ലോറിയാണല്ലോ കണ്ടെയ്നർ. ഇത് വെളിയിറക്കി വളച്ചെടുത്ത് എനിക്കിത് കാണുമ്പോൾ മങ്കാത്ത ഉറപ്പായിരുന്നു. അയ്യോ എന്തോ പൊത്ത് കയറി ആണിയാണെന്ന് തോന്നട്ടാ ടയറിൽ ടൊപ്പന സൗണ്ട് കേട്ട് എന്തോ പറഞ്ഞ പൊത്ത് കയറി സൗണ്ട് ഡമ്മനെ കേട്ടു. അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് വരാം. ഇപ്രാവശ്യം പാട്ട് പാടി പറയാൻ വിചാരിച്ചു. എത്ര തന്നെ ഇത് സൊമാറ്റോ ഉള്ള നമ്പർ 114 ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര 22/9/2024 ഞായറാഴ്ചയാണ്. നല്ല ഓട്ടമുള്ള ദിവസമാണ്. മണി കറക്റ്റ് 6:30 മണി ആവാറായി. 6 മണിക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ലോ, ഇതൊക്കെ തന്നെ എപ്പോഴും പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ പറയാനുണ്ടോ? ഒന്നും പറയില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫിലേ ഉള്ളൂ. അതുകൊണ്ട് ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കറക്റ്റ് ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. ഇവരൊന്നും വരല്ല, അവിടെ നിൽക്കുന്ന കയറി വാ. അങ്ങനെ ഓണം അവധിയെല്ലാം ഓണം അവധി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൊട്ട് ജോലി സ്കൂള് അല്ലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ജോലി ദിവസം കൊണ്ട് ലീവൊന്നുമില്ല. പിള്ളേർക്ക് വെക്കേഷൻ കഴിഞ്ഞ് ഈ നാളെ തൊട്ട് സ്കൂളിൽ പോകണം തിങ്കളാഴ്ച തൊട്ട്. ശരി ഓക്കെ ബൈ. സി പോയിട്ട് രാമേ. എല്ലാം അടുത്തല്ലോ. പേഴ്സ് ഫോൺ ഹെഡ്ഫോൺ റെയിൻകോട്ട് കുടിക്കാനുള്ളൂ എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്ലൗസ് ഈസ് ഫോർഗെറ്റ്. എന്നിട്ട് ഇംഗ്ലീഷ് പറയാൻ പോകണം. ഐ ഫോർഗെറ്റ് ദ ഗ്ലൗസ്. ഫോർ ഗീവ് എന്താണ്? ക്ഷമിച്ചിരിക്കുന്നു. വിശാല ഹൃദയനെ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. അതുപോലെ വിശാല ഹൃദയനെ ആശാൻ ഫോർ ഗീവ് ചെയ്തിരിക്കുന്നു. ശരി ഓക്കെ പോയിട്ട് രാമേ. ബാബാ സി യു. അപ്പോൾ നേരെ പോകാം. നേരെ എങ്ങോട്ട് പോകാൻ? പൂജപ്പുര മെയിൻ റോഡ്. വേറെ അവിടെ പോകാൻ ഇതുവരെ ഒരു ഓർഡർ അടിച്ചിട്ടില്ല. നമുക്ക് അവിടെ പോയി നിൽക്കാം. ഫസ്റ്റ് ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും എവിടെയെങ്കിലും പോകാം. വാ കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. നമ്മളങ്ങനെ പൂജപ്പുര എത്തിയിട്ടുണ്ട്. പൂജപ്പുര മെയിൻ റോഡ്. ഇവിടെ ആട്ടോ സ്റ്റാൻഡ്. ഇവിടെ ഒതുക്കാൻ പാടില്ല. ഇവിടെ ഒതുക്കി കഴിഞ്ഞാൽ ഓട്ടോ ഓടി വരും. അതുകൊണ്ട് അപ്പുറത്ത് ഒതുക്കാൻ ഈ സൈഡിൽ ഒതുക്കി വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് എത്ര തന്നെ. അപ്പോൾ നേരെ പോയാലോ. എപ്പോഴും പോലെ തന്നെ ഓർഡിങ്ങുള്ള മണി 6:30 മണിയായി. ഇത് വിഷമം പറയാം. പൂജപ്പുര സ്വന്തം ഏരിയയാണ്. അവിടെ ഇങ്ങനെ ഇരിക്കണം. പണ്ടൊക്കെ എത്ര ഓർഡർ ഇപ്പോൾ അടിച്ചാണ് ജസ്റ്റ് മിസ്. അവിടെ കയറേണ്ട വല്ല ആവശ്യം ഉണ്ടാകുന്ന ശരി കുഴപ്പമില്ല, ഒന്നും ആയില്ല ആർക്കും. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ജഗതി വഴുതക്കാട്. ഓക്കെ, ഓണം കഴിഞ്ഞപ്പോൾ ഒരു മൂഡ് ഓഫ് അല്ലേ. പെട്ടെന്ന് ഓണം പോയ പോലെ ഒരു രസമില്ല. ഓണം വന്നപ്പോൾ രസം ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്ത് നല്ല പോലെ കുച്ചിട്ടിക്ക് ഇറങ്ങിയ പടിപൊളിയായിരുന്നു. ഓണം കഴിഞ്ഞ് പോയപ്പോൾ ഒരു എന്ത് പറയുക, ജോലി ചെയ്യാനും മൂടില്ല. ഒരുമാതിരി എന്തോ പോലെ പയ്യെ ശരിയാവില്ലേ. പഴയ പോലെ വർക്ക് ഇറങ്ങിയാൽ മതി, എല്ലാം ശരിയായിക്കോളും. എന്ത് ചെയ്യാൻ, എല്ലാവർക്കും കറങ്ങി നടക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ നമ്മൾ സാഹചര്യം ജോലി കാര്യങ്ങൾ അതേ പോയിട്ട് ജോലിക്ക് പോയി സമ്പാദിക്കണ്ടേ. 100 കാര്യം ഉണ്ടല്ലോ. പൈസയൊക്കെ വരട്ടെ, ടൂർ പോകാം എവിടെയെങ്കിലൊക്കെ. ഓക്കെ ദമക് ദമക്ക് ദമ്മ ഏ ജോളി ജാലി ദാമ മനം തുടിക്കി ദമ്മ ഒരു ആട്ടം പോടല്ലാമ. ഇന്നത്തെ മൂടത്തിൽ ആക്റ്റീവല്ല. ലൈറ്റായിട്ട് തലവേദന ഉണ്ട്. അത് കാരണം സംസാരിക്കണ സ്പീഡ് കുറയ്ക്കുകയാണ്. ഒട്ടും വയ്യ. അപ്പോൾ ഓക്കെ, നമ്മളിങ്ങനെ ബേക്കറി സ്റ്റേഷനിലുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യാം 5 മിനിറ്റ്. ഒരു ഉഷാറില്ല അല്ലേ, ഭയങ്കര ക്ഷീണം എൻ്റെ അമ്മ. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് ദ റെഡ് ബോക്സ് ആക്സെപ്റ്റ് ഓർഡർ കോഡ്. എവിടെ അത്? അപ്പുറത്തേനാ. നേരെ പോയി റൈറ്റിൽ. നമുക്ക് ഓക്കെ റെഡിയാ. പാപ്പ എടുക്കാം. പുഷ് 3355. ഓക്കെ, പിക്ക്ഡ് ഓർഡർ കോഡ് പിക്ക്ഡ്. വണ്ടി ലുക്കല്ലേ, ഒരു രക്ഷയില്ല. എന്തൊരു ലുക്കടാ നീ കാണാൻ. വേറെ ലെവൽ കേട്ടാ, സത്യമായിട്ട് ചുമ്മാ പറഞ്ഞല്ല. ഈ സൈഡ് കാണാൻ സൂപ്പർ ലുക്കാണെങ്കിൽ. അച്ഛാ നല്ല പോലെ അച്ഛാ ചാർജ് വീണുള്ളതിൽ. നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ കൈപ്പിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വഴുതക്കാടാണ്. ഇവിടെ 1.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ഷെസ്വാൻ നൂഡിൽസ് ആൻഡ് ചില്ലി ചിക്കൻ. ഓക്കെ, നമ്മൾ ജോലി ചെയ്ത് വരുമ്പോൾ ഉഷാറായിക്കോളും. ആദ്യത്തെ കുറച്ച് മടി കാണും. എന്തായാലും എന്തെങ്കിലും ഒപ്പിച്ചോട്ടേ. ഇങ്ങ് പറഞ്ഞു എന്തെന്തൊരു കളി കള്ളാ. ശരി തന്നെ ഇപ്പോൾ ഇടിച്ചാണ് ജസ്റ്റ് മിസ്. സത്യം പറഞ്ഞില്ല, പൊന്മുടി വ്ളോഗ് ചെയ്ത ശേഷം അതേപോലെ ട്രിപ്പ് പോകാൻ കൊതിയാണ്. എവിടെയെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കണം. നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. ബാക്കിൽ നിന്ന് വണ്ടി വരില്ല, ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരില്ല. സേഫ് വരയ്ക്കും. കൃഷ്ണവിലാസം റോഡ് ഇങ്ങോട്ട് തന്നെ. ഓക്കെ കസ്റ്റമർ ലൊക്കേഷൻ ഇവിടെ 150 മീറ്റർ ദൂരം നമ്മൾ എത്താറായി. ഇവിടെ അല്ലേ? ഓക്കെ താങ്ക് യു വെൽക്കം. ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് ഡെലിവർഡ് കോഡ് ഡെലിവർഡ്. ആരോ നമ്മൾ വ്ളോഗർ പറഞ്ഞിട്ട് പോകണം. ഞാൻ വ്ളോഗർ തന്നെ, സത്യം പറ. മേജർ ശ്രീകുമാർ തന്നെ അല്ലേ, വ്ളോഗർ ആയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 26 രൂപ 97 അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ഐശ്വര്യ. അവിടെ നിൽക്കുമ്പോൾ അടിച്ചൂടെ? ആക്സെപ്റ്റ് ഓർഡർ നില്ല്. ഒരു 10-15 മിനിറ്റ് നിൽക്കുകയാണ് അവിടെ. അപ്പോൾ അടിക്കാൻ വയ്യ. അതിന് റോഡൊക്കെ വലുതാക്കി സിഗ്നലൊന്നുമില്ല. വരും അത് വന്നോളൂ. റീച്ച് ലൊക്കേഷൻ റെഡിയായ. റീച്ച് ലൊക്കേഷൻ എന്ത് കാണിക്കാണ്? റീച്ച് ലൊക്കേഷൻ അടി വാങ്ങിയാൽ അവിടെ നോക്കിയോ. റീച്ച് ലൊക്കേഷൻ ഓക്കെ റെഡിയായി. അപ്പോൾ പോയി ഓർഡർ എടുക്കാം. ബഹമോൺ 3653 അവിടെ തന്നെ. ഓക്കെ, രണ്ടാമത്തെ ഓർഡർ പിക്ക്ഡ്. അങ്ങനെ ഐശ്വര്യ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഐശ്വര്യമായിട്ട് രണ്ടാമത്തെ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുമാരപുരമാണ്. ഇവിടെ കറക്റ്റ് 6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം മസാല ദോശ ആൻഡ് പാനിപൂരി.
പ്ലെയിൻ പൂരി. ഇപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 7:20 ഓക്കെ, ഇനി വേറെ ഒന്നും പറയാമല്ലോ. എന്തോന്നും പറയാം, ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് എല്ലാ വ്ളോഗിലും അല്ലേ സുധീഷ? അങ്ങനെയൊക്കെ തന്നെ. എന്നാലും ആൾക്കാർ ഇഷ്ടപ്പെടില്ല, അതായത് മെയിൻ കാര്യം. ആൾക്കാർക്ക് എന്ത് ഇഷ്ടപ്പെടും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നോക്കേണ്ട സെയിൽസാണ്, മനസ്സിലായ? വ്ളോഗിങ് ആയാലും സെയിൽസാണ്. നമ്മൾ ഇടുന്ന വീഡിയോ ആൾക്കാർ അത് വാങ്ങിച്ച് കാണുന്നു, അവിടെ സെയിൽ നടക്കുകയാണ്. അവർ കാണുന്നതുകൊണ്ട് നമുക്ക് പൈസ കിട്ടണം, മനസ്സിലായ? അപ്പോൾ സെയിലല്ലേ. ഇപ്പോൾ എങ്ങനെ പോയാലും പർപ്പസ് ഒന്നും തന്നെ ഏത് ജോലിയായാലും. അപ്പോൾ അതിൽ കുറേ പേര് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നു, ചിലർ ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുന്നു, അത്ര തന്നെ വ്യത്യാസം. ഓ വലിയ ലോറിയാണല്ലോ കണ്ടെയ്നർ. ഇത് വെളിയിറക്കി വളച്ചെടുത്ത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. TS തെലങ്കാന സ്റ്റേറ്റാണ്. എന്നാൽ കയറിപ്പോകാൻ പറ്റുമോ അങ്ങനെയെങ്കിലും? ശരി, വെയിറ്റ് ചെയ്യാം. പോട്ടെ, അതിന് പോട്ടാ. അതുവഴി പോകാൻ പറ്റുമോ? പോകാൻ പറ്റൂല. എങ്ങനെ പോകാൻ പറ്റും? എനിക്കിത് കാണുമ്പോൾ മങ്കാത്ത ഉറപ്പാണ്. മങ്കാത്ത സിനിമയിൽ അജിത്ത് പോകില്ലേ, ടാടാ ടാടാ. ഞാനതുപോലെ പോട്ടെ, വീൽ ചെയ്ത്. 500 കോടിടാ, ചുമ്മാ കിടക്കുമോ? കിടക്കാതെ അതാര് നമ്മളെ പയ്യൻ കേട്ടോ. LAPG അങ്ങായിരിക്കും. ഇറ്റ്സ് മൈ ഗെയിം. സുഖമാണോ? ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. വ്ളോഗ് കാണൂല്ലേ? ശരി ഓക്കെ എന്നാൽ. ഓക്കെ പോട്ടാ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞു, പുള്ളിയുടെ ഫേസ് കാണിക്കണമെന്ന് പറഞ്ഞ്. അത് കാണിക്കില്ല. പുള്ളിക്കാരൻ വീട്ടിലറിയാതെ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടാ. എന്നാലും വണ്ടി നമ്പർ ഉണ്ടല്ലോ, കണ്ടുപിടിക്കും. മാട്ടിക്കിച്ച് കുറേ പയ്യന്മാർ വീട്ടിൽ പറയാതെ വർക്ക് ചെയ്യാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും വീട്ടിൽ പറയണം, അതാണ് നല്ലത്. പിന്നെ എന്ത് പറയാൻ, ഓരോരുത്തർക്ക് ഓരോ പ്രശ്നം പറഞ്ഞ് കാര്യമില്ല, അത് വെളിയിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓക്കെ, ഇത് പോട്ടല്ലേ. ഓക്കെ, ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. ഇത് ആ സ്ഥലം ലോ കോളേജ് ജംഗ്ഷനാണ്. വിളയാട് മങ്കാത്ത വിടമാട്ട ഇന്താത്ത ലൊക്കേഷന് വന്നാച്ച് വെളിവേഷം പോടാട്ട ഇന്ത വെട്രിക്കിത്ത വരാത മനദിനെ മാറ്റടാ. ഓക്കെ, ഇവിടെ നിന്ന് കറക്റ്റ് 170 മീറ്റർ ദൂരമുണ്ട്. അടുത്ത ലൊക്കേഷൻ സാറായി. ഹായ്. ആ എവിടെ നോക്കിയാൽ നമ്മൾ ആൾക്കാരില്ലേ? LAPG ഗ്യാങ്. LAPGക്ക് വിസിൽ പോടേ. തലപതി പാട്ടും പറഞ്ഞു, തലപ്പാട്ട് പറഞ്ഞു. എല്ലാവരും ഫാൻസ് ഇരിക്കട്ടല്ലേ നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് സൂര്യ പാട്ടും കൂടാ. നമുക്ക് ദമ്മായ ജോളി ജാലി ദമ്മ വിളയാട് മങ്കാത്ത. ഓർഡർ കൊടുക്കട്ട, ഇല്ലെങ്കിൽ വച്ചിട്ട് പോട്ടാ. വച്ചിട്ട് പോകണം, കൊടുക്കണോ? വിളിച്ചു നോക്കാം. ഇവിടെയാണ് ആനന്ദകൃഷ്ണൻ. ഓക്കെ ശരിയാണ്. ഓക്കെ, ഓർഡർ ഡെലിവർഡ്. ഓക്കെ പോന്നാ. ലൈറ്റ് സൂപ്പർ അല്ലേ, നല്ല മജന്ത കളർ, അടിപൊളിയായി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കേട്ട ഓർഡർ പേയ്മെൻറ്റ് 63 രൂപ 13 പൈസയാണ്. അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ട് പോകാൻ? അടുത്ത ഓർഡർ വെച്ചല്ലോ. സൂപ്പർ. ദ മഫിൻ ഹൗസ് ഓപ്പോസിറ്റ്. എവിടെ? ഇത് കേശവസപുരം. അപ്പോൾ അടുത്ത പോകേണ്ട സ്ഥലം മഫിൻ ഹൗസാണ്. ഇവിടുന്ന് കറക്റ്റ് 1.8 കിലോമീറ്റർ ദൂരമുണ്ട്. പട്ടത്താണ് പോകേണ്ടത് മഫിൻ ഹൗസ്, കേശവസപുരം അല്ല. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. മണി ഇപ്പോൾ കറക്റ്റ് 7:40 അത്ര തന്നെ വിഷയം. തലവേദന ഇപ്പോഴും ഒട്ട് ലൈറ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറയാണ് കൂടുന്നു. പക്ഷേ നല്ല ഒന്ന് ഉറങ്ങി ശരിയാവുമായിരിക്കും. വീട്ടിൽ പോയിട്ട് നേരത്തെ ഉറങ്ങാം. എഡിറ്റിങ്ങിൽ നാളെ ചെയ്യാം. ഇനി നേരത്തെ ഉറങ്ങണം, ഉറക്കം മസ്റ്റാണ്. ഇപ്പോൾ വരെ ഉറക്കവും ലേറ്റ് ഉറങ്ങുകയാണ്. ഇനിത്തോട് നേരത്തെ ഉറങ്ങാൻ ശീലിക്കുകയാണ്. അപ്പം നമുക്ക് ജീവിതത്തിലോട്ട് ഏറ്റവും മെയിനായ കാര്യം ഒന്ന് ഉറക്കം, ഒന്ന് ഫുഡ്. ഈ രണ്ട് കാര്യം കറക്റ്റായി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം അടുത്ത് വരില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് കുഴപ്പമില്ല, ഉറക്കം മാത്രമാണ് ലേറ്റ് ആവുന്നത്. അതൊന്ന് മാറ്റി പിടിച്ചാൽ ഓക്കെ അത്ര തന്നെ. പിന്നെ വർക്കൗട്ട് ചെയ്യണം, അതും കൂടെ. അപ്പോൾ ദിവസം രാവിലെ വൈകിട്ട് വർക്കൗട്ട് ചെയ്യണം ആഗ്രഹമുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹെൽത്ത് ആയിരിക്കുന്ന ഏറ്റവും വലിയ സ്വത്ത്, ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയാം. പണം സമ്പാദിക്കാൻ ഹെൽത്ത് വേണം മെയിനായിട്ട്. ഹെൽത്ത് ഡാമേജ് ആകാൻ പാടില്ല. അതാണ് ഇന്നത്തെ മെസ്സേജ്. ഇത് ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞ മെസ്സേജാണ്, കാരണം ഞാൻ ഇത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണില്ല. എനിക്കെന്നെ അറിയാം. റീച്ച് ലൊക്കേഷൻ റെഡിയായ സെൽഫി വന്നാ. ഹെൽമെറ്റ് ദൂരം പോയ ചുമ്മാട്. ഓക്കെ, ലുക്കുണ്ടോ? കുഴപ്പമില്ല, ഗ്ലാമറൊക്കെ ഉണ്ടോ? ആവശ്യമില്ല. സംഭവം റെഡി വന്നില്ല. അപ്പോൾ ചോദിക്കണോ? അപ്പോൾ ചോദിച്ചേക്കാം. ചിലപ്പോൾ റെഡി കൊടുക്കാതെ വെച്ചിരിക്കും. ഇന്നും കൊഞ്ചം നേരം ഇരുന്നാകാൽ ഇന്ന് കൊഞ്ചം നേരം നിൽക്കാൻ പറ്റാന്നില്ല. ചോദിക്കാം. 4679. ഓക്കെ, റെഡി. ഓക്കെ, പിക്ഡ് ഓർഡർ കോഡ് സുധീഷ. ഓക്കെ, പോകാം. മണി ഇപ്പോൾ കറക്റ്റ് 7:45 നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാളയം ജൂബിലി ഹോസ്പിറ്റലാണ്. ഇവിടെ 3.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം സാൻഡ്വിച്ച് ആൻഡ് ഫ്രഞ്ച് ഫ്രൈസാണ്. ഓക്കെ. അപ്പോൾ പാടിക്കോ സുധീഷ, ബോറടിക്കണം. ഇന്നും കൊഞ്ചം നേരം ഇരുന്നാതാൻ എന്നെ. ഈ റൈറ്റിലാണ് പോകേണ്ടത്. അത് റൈറ്റിലാരും കറിക്കളയിൽ. ഈ കണ്ണ് കാത് കേൾക്കണു നല്ലേ തുടങ്ങില്ല. അല്ലല്ല, ഞായറാഴ്ചയായിട്ട് എത്ര വണ്ടികളുണ്ടാ? ആരും വീട്ടിൽ ഇറങ്ങിയിരിക്കുന്നില്ലേ? ചുമ്മാ പറഞ്ഞ് പടം ഞായറാഴ്ച ഇടും അല്ലേ? എല്ലാവരും പുറത്തിറങ്ങി കറങ്ങി നടക്കുള്ള സമയത്തൊക്കെ വീട്ടിൽ ഇരിക്കും. പണ്ടൊക്കെ വീട്ടിൽ ഇരിക്കും എല്ലാവരും. ഇപ്പോൾ എല്ലാവരും ചേർന്ന് കാറിൽ ഔട്ടിങ് പോകും. പിന്നെ വരുന്ന വഴിക്ക് വെളിയിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകും. പിന്നെ ചില ആൾക്കാർ വീട്ടിൽ നിന്ന് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് സിനിമയും കണ്ട് ആഹാരം കഴിച്ച് അങ്ങനെ കൊണ്ടുപോകും. ഓരോരുത്തർ ഓരോ രീതിയില്ലേ. കണ്ണൊരുമാതിയാണ്. ഒന്നാ തലവേദന, ഇടയ്ക്ക് ഇങ്ങനെ ജിങ്ക് നീല കളർ ഇതാണ്. இதை பார்த்து 2 மாடு செத்து போயிருக்கு, 4 பேர் கண்ணு நுழையாயிடுச்சு. ഓക്കെ, ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്, ജൂബിലി ഹോസ്പിറ്റലിലോട്ട്. ലെഫ്റ്റിലേ പോകണോ? ഞാൻ കയറി പോയിക്കോട്ടെ, കുഴപ്പമുണ്ടോ? ഞാൻ കയറി പോയിക്കോട്ടെ പറ്റി. ജൂബിലി ഹോസ്പിറ്റൽ, പാളയം ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം. പാളയം ഈസ്റ്റ് ഫോർട്ടാണ്. പാളയം ബാക്കറേഷൻ ട്രിവാൻഡ്രം ഇവിടെ തന്നെയല്ലോ.
ഓക്കെ. എൻ്റെ ജൂബിലി ഹോസ്പിറ്റലിൽ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇനി പരസ്യം ഫ്രീ അല്ല, പൈസ അടച്ചേ പറ്റും. ഓക്കെ, ചുമ്മാ തള്ളി കൊട്ടണം കോമഡിക്ക് വേണ്ടിയിട്ട്, സീരിയസ് ആക്കില്ല. റീച്ച് ലൊക്കേഷൻ സൂപ്പറല്ലേ, ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അടിപൊളിയാക്കണം. ആ സൊമാറ്റാണേ, ഞാൻ അവിടെ എത്തിയായിരുന്നു. എത്തി. ഇവിടെ ജൂബിലി ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ഓക്കെ, ഞാൻ വെയിറ്റ് അകത്തുണ്ടേ, ഇവിടെ പാർക്കിങ്ങിലേക്കാണ്. ശരി, ഓക്കെ. ആ ബ്ലോക്കിൽ നിൽക്കണം പറഞ്ഞത് കസ്റ്റമർ. അപ്പോൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് ബൈസനുണ്ട്, എന്തെങ്കിലും കാര്യം പറയാം. ഡേ തോന്നുന്നു തന്നെ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ. എന്തോന്ന് കാര്യം, പട്ടിയപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ശരിയാവും കേട്ടോ, കുറച്ച് ദിവസമേ ഉള്ളൂ. നല്ലപോലെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് നല്ലപോലെ സർവീസ് ചെയ്ത് സൂപ്പറാക്കാം. അതുവരെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബൈസൺ കിടന്ന് ഓടുന്ന ഓട്ടം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇവിടെയാണോ ഷെറിൻ? ഓക്കെ ഓക്കെ, ശരിയാണ്. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. നല്ല കസ്റ്റമർ, തിരിച്ചുകൊണ്ട് താങ്ക്സ് പറഞ്ഞു. കസ്റ്റമർ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഓക്കെ, പോന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 40 രൂപ 23 പൈസയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 7:55 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ? ഇവിടെ തന്നെ നിൽക്കാം. അടുത്ത ഓർഡർ അടിച്ചോളൂ ഓട്ടോമാറ്റിക്കായിട്ട്, ഒന്നും ചെയ്യേണ്ട ഉദ്ദേശം. അടുത്ത ഓർഡർ അടിച്ച് പ്ലേറ്റിൻ്റെ റെസ്റ്റോറൻറ്റ് അടുത്തിന് അക്സെപ്റ്റ് ഓർഡർ കോഡ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് പോകേണ്ട സ്ഥലം പ്ലേറ്റിൻ്റെ റെസ്റ്റോറൻറ്റ് ആണ്. ഇവിടുന്ന് 500 മീറ്റർ ദൂരം അടുത്ത് തന്നെ. ഗംഗേ ശ്രുതിയിൽ ഉണരൂ മൃദുല കേട്ട് നിർത്തില കേട്ട് എന്തൊക്കെ പാടണം. നമുക്ക് പാട്ട് മാത്രമേ ഉള്ളൂ മരുന്ന് ഈ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഒരു പാട്ട് കേട്ടാൽ നല്ലതാണ്, ആ ജോലി എളുപ്പമായിരിക്കും. റീച്ച് ലൊക്കേഷൻ. ഇവിടെ വണ്ടി ഒതുക്കിയ കുഴപ്പമില്ല, 1 വേ ആണ്, വിഷയമൊന്നുമില്ല. കാറേ ഒതുക്കി വെച്ചിരിക്കുന്നു, പിന്നെ ഞാൻ ബൈക്ക് അല്ലേ. വണ്ടി ലോക്ക് ചെയ്തേക്കാം, കാരണം കാലം മോശമാണ് അല്ലേ. കുനിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയോ അടിച്ചോണ്ട് പോണ നാടുകളാണ്. അതുകൊണ്ട് നീ ഇവിടെ വെയിറ്റ് ചെയ്തോ, താ പറഞ്ഞു. കുനിഞ്ഞ മർമ്മ അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ചാ. ഓക്കെ, റെഡി വന്നു, പാപ്പ എടുക്കാം. ഫസ്റ്റ് വി ഈറ്റ്, ദെൻ വി ഡു എവറിത്തിങ് എൽസ്. ചാർക്കോൾ ഷവർമ, ഫ്രൈഡ് ചിക്കൻ, അൽഫാം, പ്ലേറ്റഡ് റെസ്റ്റോറൻറ്റ്. പിക്ഡ് പോലെ പ്ലേറ്റഡ് അല്ലേ. ഓപ്പൺ ബുദ്ധിനെ 4249. ഓക്കെ, പിക്ഡ് കോഡ് പിക്ഡ്. ഓക്കെ, പോന്നാ. വണ്ടി വളച്ച ബാക്കഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ശാസ്തമംഗലാണ്. ഇവിടുന്ന് 3.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഹണി ചില്ലി അൽഫാമാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:10 ആയിട്ടുണ്ട്. അവിടെ നിന്ന് വണ്ടി വരണം, ഇവിടെ നിന്നൊരു വണ്ടി വരണം. നമ്മളെങ്ങനെ കയറിപ്പോവും? അതിൻ്റെ കൂടെ അണ്ണം കയറിപ്പോ. ചേച്ചിയാണ്, ചേച്ചി കയറിപ്പോയിക്കും. നമ്മൾ തന്നെ ശാസ്തമംഗലം എത്തിയിട്ടുണ്ട്. പയ്യെ ക്രോസ് ചെയ്യണം. അവിടെ നിന്ന് വണ്ടി വരണം, സ്പീഡിൽ കയറി ഇടിക്കണം. വെയിറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇടിച്ചാൽ ജസ്റ്റ് മിസ്. നമുക്കറിയാം ഓരോ റോഡിൽ എങ്ങനെ പോകണമെന്നുള്ളത്. ഓക്കെ, ലൊക്കേഷൻ അറിയാം. ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്. മാപ്പ് നോക്കണോ? ലൊക്കേഷൻ അറിയാമല്ലോ ഒരുമാതിരിയൊക്കെ, കുഴപ്പമില്ല, അറിയാം സുധീഷ്. എന്തിനാണ് ഇങ്ങനെ കയറി നിൽക്കണത്? എന്തിനാണ് സംഭവം? എന്താണ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ ലെഫ്റ്റ് കയറി പോകും? പറ. ഓഹോ, അങ്ങനെ പതുക്കെ പോകണം. ഓക്കെ, ഇനി മാപ്പ് നോക്ക്. ഇവിടെ നിന്ന് കറക്റ്റ് 100 മീറ്റർ ദൂരം ഉള്ളു തറ. ഇവിടെ അല്ലേ? ഓക്കെ, ശരി, താങ്ക് യു. സെൽഫി. ഓഹോ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 58 രൂപ 90 പൈസയാണ്. സെൽഫി ചോദിക്കുകയാണ്. വെയിറ്റ് ചുമ്മാ സെൽഫി ചോദിക്കുന്നത് ആശയം വരുന്നു. അതെയാ, എനിക്ക് സമ്മതം തരുമോ, എനിക്ക് സമ്മതം തരുമോ, പച്ചை നിറമേ. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ഇറാനി കുഴിമന്തി. ഓക്കെ, നമ്മൾ പോകേണ്ട സ്ഥലം നന്ദൻകൂടാണ്. പോന്നാ ബാ. അങ്ങനെ ഇറാനി കുഴിമന്തി എത്തിയിട്ടുണ്ട്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡിയായി. വാ, പോയെടുക്കാം. 552. അതെ. ഓക്കെ, ശരി. ആ പയ്യന് മനസ്സിലായിട്ട് ബ്ലോഗറാണെന്നുള്ളത്. ഭയങ്കര ചിരി. ആ ചിരി കാണുമ്പോൾ സന്തോഷം തന്നെ നമുക്ക്. ഓക്കെ, അപ്പോൾ പിക്ഡ് ഓർഡർ കോഡ്. ഒരു ഉഷാറിൽ സത്യം പറയാമല്ലോ, ഭയങ്കര എനർജി കുറവായിരിക്കും ഈ തലവേദന കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇതാര് ബാഗ് ഓടിക്കണം, പറയാൻ സമ്മതിക്കില്ല. എന്തോന്ന് കാണിക്കണം, പറയാണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുറവങ്കോണാണ്. എന്ത് ഓടിച്ചുകൊണ്ടിരിക്കുമോ? ഷേ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുറവങ്കോണാണ്. ഇവിടുന്ന് കറക്റ്റ് 2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ചിക്കൻ റോസ്റ്റാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്തോ 10 കയറി ആണിയാണെന്ന് തോന്നട്ടാ ടയറിൽ. എൻ്റെ അമ്മോ, സൗണ്ട് ടപ്പന് കേട്ട്. ഒന്നാമത് ഇടയ്ക്കിടെ കുറേ പഞ്ചറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇത് വേറെ. അവിടെ ലൈറ്റ് ഉണ്ട്, അവിടെ പോയി നോക്കാം. പഞ്ചറൊന്നും ആവല്ലേ, നോക്കിയിട്ട് പോവാം. ഇല്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. പോകുന്ന വഴിക്ക് ഇനി പഞ്ചറായി കഴിഞ്ഞാൽ പണി കിട്ടും. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ടൊപ്പന സൗണ്ട് കേട്ട് 10 കയറിയ പോലെ. കല്ലായിരിക്കും അല്ലേ? ഓക്കെ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇവിടെ കൂടെ നോക്കിയേക്കാം. പഞ്ചറൊന്നും ഇല്ലല്ലോ. ഇല്ല, കല്ല് തന്നെ കേട്ടാ. ആണ്ടാ. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ ഒരു കുഴപ്പമില്ല. ശരി, ഓക്കെ, സേഫാണ്. അപ്പോൾ ബ്ലാക്ക് ബൈസൺ പേടിക്കേണ്ട, നിനക്കൊന്നുമില്ല. ചെറിയൊരു കല്ലാണ് കയറി ഇറങ്ങിയത്. സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു, എത്ര തന്നെ. ഓക്കെ, പോന്നാ. ഓ, കംപ്ലീറ്റ് പൊടി നനയ്ക്കണം, ഗ്ലൗസ് ഒന്ന് വീട്ടിൽ പോയിട്ട്. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. ലൈഫ് അടിച്ച് പൊളിക്കാൻ കായ്സ് മാറി മുന്നോട്ട് പോകാം. എന്ത് കഷ്ടപ്പെടുന്നില്ല, നഷ്ടപ്പെടുന്നില്ല ഓരോ നിമിഷവും. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇതാരും സൊമാറ്റോ ഫൈ നിൽക്കണം നമ്മളെ പോലെ. ഇത് തന്നെ വീട്. ഹൗസ് നമ്പർ 33. ഇത് അത് തന്നെ. അകത്ത് കയറി ബെല്ലടിച്ച് കൊടുക്കണോ? അന്ന് വന്നപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അകത്ത് കയറാം.
പട്ടിയൊന്നും ആകത്തില്ലല്ലോ, കാണാൻ വഴിയില്ല. ഇവിടെ അല്ലേ സോമ? ആ ശരി, ഓക്കെ. ഞാൻ അവിടെ സ്ഥിരം വരാറുണ്ട്. ഓർഡർ ഡെലിവർഡ്. പോന്നാ കമോൺ ഗൈസ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. മോമോ പ്രൈം കുറവോണത്ത്. അക്സെപ്റ്റ് ഓർഡർ കോഡ്. ഓക്കെ, പോന്നാ വണ്ടി ബാക്ക് ഇട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 37.84 പൈസയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:40 ആയിട്ടുണ്ട്. റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ. റെഡി ആയില്ല, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ബാ. ഓക്കെ, റെഡിയായി. ബാ എടുക്കാം. ഓപ്പൺ 07/4. ഓക്കെ, ഓർഡർ പിക്ക്ഡ്, കോഡ് പിക്ക്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുമാരപുരമാണ്. ഇവിടെ 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഒരു 3 ഐറ്റമാണ്. വാച്ച് പറയാം, മറ്റേ വാച്ചില്ല, കാണാപ്പടം പഠിച്ചിട്ടുണ്ട്. 4 ചോട്ടെ. ഒരു മിനിറ്റ് വെയിറ്റ്. ഗോബി ചില്ലി ചിക്കൻ ക്ലാസിക് ഫ്രൈഡ് ലോഡർ. ഗോബി ചില്ലി, ഗോബി മഞ്ചൂരി ചില്ലിയാ, മറന്നുപോയല്ലോ. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം ഗോബി ചില്ലി ചിക്കൻ ക്ലാസിക് ലോഡർ ഫ്രൈസ്, പിന്നെ ചിക്കൻ ഹക്ക നൂഡിൽസ്. ഓക്കെ, കറക്റ്റ് ആണല്ലോ. മണി ഇപ്പോൾ കറക്റ്റ് 9 മണി ആയിട്ടുണ്ട്. സമയമാവും തോറും എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ലോ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കുമാരപുരം എത്തിയിട്ടുണ്ട്. അഗെയിൻ കുമാരപുരം. റൂട്ടൊന്ന് മാറ്റി പിടിച്ച ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ബോറടിക്കും. ഓക്കെ, ഇത് തന്നെ ലൊക്കേഷൻ. നമ്പർ 3 ഇവിടെ തന്നെ കേട്ടോ. ആ, ഈ വീട് തന്നെ. ആ, സൊമാറ്റോ ആണേ. ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്, വീടിൻ്റെ അവിടെ നിൽക്കുകയാണ്. ശരി. ഓക്കെ, ഗൂഗിൾ പേ ആണോ? 487. പൈസ അടച്ചാ? ഓക്കെ, ഇപ്പോൾ പെയ്ഡായി. ഇപ്പോൾ പെയ്ഡായി. ഇപ്പോൾ അടച്ചാണല്ലേ? ശരി, അപ്ഡേറ്റ് ആയി, അതുകൊണ്ടാണ്. ഓക്കെ, ആദ്യം COD കാണിച്ചായിരുന്നു, പിന്നെ ഇപ്പോൾ പെയ്ഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ അപ്ഡേറ്റ് ആയി. വേണ്ടാ, ഇപ്പോഴാണ് അപ്ഡേറ്റ് ആയത്. ശരി, പോന്നാ. ഓർഡർ ഡെലിവേർഡ്. മണി ഇപ്പോൾ കറക്റ്റ് 9:15 ആയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 45.80 പൈസയാണ്. എങ്ങോട്ട് പോയാലും ഒരേ ഏരിയയിൽ ഓർഡർ അടിക്കുന്നത്. ഒരേ ഏരിയക്കകത്ത് കറങ്ങുമ്പോൾ ബോറടിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. നാച്ചുറൽ ഐസ്ക്രീം. എവിടെ അത്? മറ്റേ കവടിയാറാ മറ്റേ അവിടെ അല്ലേ പറഞ്ഞത്? നോട്ടെ, എവിടെ പറഞ്ഞത് കറക്റ്റായിട്ട്? ഓക്കെ. അപ്പോൾ ഇത് വിശാഖാണ്. ആ, അറിഞ്ഞില്ല. ഓർഡർ കാണിച്ചപ്പോൾ അത് അറിയാതെ റെഡി കൊടുത്തതാണ്. ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ അവിടെ തന്നെ പോയി. എന്നിട്ട് 10-15 മിനിറ്റ് വീണ്ടും ഇല്ല. അപ്പോൾ ഞാൻ ചേട്ടാ ഇതെന്തായി? അങ്ങോട്ട് മാറിയില്ല, സാധനം വരുമ്പോൾ റെഡി ആയി തരും. എൻ്റെ പേര് ഞാൻ. അത് അഹങ്കാരമാണല്ലോ. അവിടെ സ്റ്റാഫ്, ഓണറല്ല, സ്റ്റാഫ്. വെറുതെ കൊടുക്കാൻ തിരിച്ചെന്തെങ്കിലും സംസം വൈമാറല്ലേ ഇവിടെ? ഷവർമ ഫീസാ? മനസ്സിലായി. അവിടെ അത്ര അഹങ്കാരം അവന്. കൊള്ളാലോ. ഇതിന്റെ സ്കീം അതൊക്കെ അറിയാമോ? ഇതിന്റെ പരിപാടി എന്ന് വെച്ചാൽ ഓർഡർ ഡിലേ ആവാൻ പാടില്ല. അതാണ് അവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യണം അവര്. ഒരു സമയം വരെ ഓർഡർ ഡിലേ ആയി കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റോറൻറ്റ് ഫൈൻ വരും, പെനാൽറ്റി. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ടൈമിനും ചെറിയൊരു ഇത് വരും. വരാതിരിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് റെഡി കൊടുക്കും. അവരുടെ ഭാഗം ക്ലിയർ ആയി. പിന്നെ അടുത്ത ഡെലിവറി ബോയുടെ അത് മഹാ തേപ്പാണല്ലോ. ഡെലിവറി ബോയ് എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾ ഓർഡർ റെഡി കൊടുത്തിട്ടുണ്ടല്ലോ. കേസിൽ അതുപോലെയാണ്. ഓട്ടോ അപ്പോൾ പിക്കപ്പിലേക്ക് വരും. ഓൾറെഡി പിക്കപ്പിലേക്ക് വന്നു. 10 മിനിറ്റിന് മുകളിൽ പിക്കപ്പിലേക്ക് വരും. കാണിച്ചു പറയടാ, ഇങ്ങനെ പറ്റി, ഞങ്ങൾക്ക് സൗകര്യം എടുത്തിട്ട് പോകണം. എൻ്റെ പേര് വിശാഖെന്നല്ലേ? അങ്ങനെ കൊള്ളാലോ. നിന്റെ പേര് വിശാഖെന്നല്ലേ? ഞാൻ പറയോ എൻ്റെ പേര് വിശാഖ്. അതായത് നിന്നെ ഞാൻ കാണാം, അതായത് ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഓക്കെ, പോന്നാ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഓരോ റെസ്റ്റോറൻറ്റുകാർ ഓരോ സ്വഭാവം കാണിക്കുകയാണ്. എല്ലാവരും ഇല്ല, ചില ആൾക്കാരൊക്കെ ഭയങ്കര അഹങ്കാരമാണ്. എൻ്റെ അമ്മ റെഡി കൊടുത്തിട്ട് റെഡി ആക്കി വയ്ക്കില്ല. നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പിടിക്കില്ല. വേണമെങ്കിൽ വെയിറ്റ് ചെയ്യടാ, ഇങ്ങനെ പറ്റുമെന്ന്. ഇതൊക്കെയാണ് സംസാരങ്ങൾ. സത്യം പറഞ്ഞാൽ എൻ്റെ ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേ ഗതിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യണം, അത്രേ പറ്റൂ. വണ്ടി നമ്പർ മറച്ചിട്ടുണ്ട് പയ്യൻ. വാ, കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് ലൊക്കേഷൻ. നാച്ചുറൽ ഐസ്ക്രീം. പെട്ടെന്നാവും റീച്ച് ലൊക്കേഷൻ. റെഡിയായി. ബാ പോയെടുക്കാം. കമൺ ക്വിക്ക്. രാത്രി 10 മണിയാവാറ്. എത്ര വണ്ടികൾ നോക്കും ഞായറാഴ്ച. നിങ്ങളൊക്കെ വീട്ടിൽ പോയി ഉറങ്ങ്, നമ്മളൊക്കെ വർക്ക് ചെയ്തിട്ട് സമാധാനമായിട്ട്. ബൈക്ക് വരെ പയ്യ ഇവിടെ പോകണം, ക്രോസ് ചെയ്ത് പോകണ്ടേ. നല്ല ആംബിയൻസ് അല്ലേ. നാച്ചുറൽ ടേസ്റ്റ് ദ ഒറിജിനൽ. പുഷ് 7432 ഇതേനെ. ഓക്കെ, ശരി. ഓക്കെ, പിക്ഡ് ഓർഡർ. എന്തൊരു തണുപ്പ് ഏസിക്കകത്ത്. ഏസിയും തണുപ്പ്, ഐസ്ക്രീം തണുപ്പ്. ഓക്കെ, ഇത് നമ്മൾ കൂട്ടുകാരാണ്. നമ്മൾ LAPG ഗ്യാങ്ങിലാണ്. കൈ വിടും. ഇപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. സ്വിഗ്ഗിയിലാണല്ലേ?
കപ്പിളായിട്ട് പോവാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ സേഫായിട്ട് റൈഡ് ചെയ്യണം. രാത്രിയാണ് ഇറല്ലേ. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണല്ലോ അല്ലേ? വണ്ടി അത് ഇലക്ട്രിക്കലാ? യാത്ര ഓക്കെ. ഓക്കെ, നിങ്ങൾ വീട്ടിലാരൊക്കെ ഫാമിലി? അച്ഛനും അമ്മയും. ഇപ്പോൾ ന്യൂ കപ്പിളാണ്. അവിടെ സേഫായിട്ട് പോകണം. ഓക്കെ ശരിയാണ്. ഓക്കെ ബൈ. ശരിയാണ്. ഓക്കെ, ഇതുപോലെ കപ്പിളായിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ചെറിയൊരു എന്താ പറയുക പേടിയാണ്. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് എന്ത് വന്നാലും വിഷയമില്ല. നമ്മൾ ഫാമിലിക്ക് വരുമ്പോൾ നമുക്കൊരു പേടി അത്ര. ഇപ്പോൾ അടുത്ത ഓർഡർ അടിച്ചാൽ പൂജപ്പുരയാണ് എൻ്റെ വീട് അടുത്ത് തന്നെ. കറക്റ്റ് ഇവിടെ 6.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐസ്ക്രീംസ് ആണ്. പിന്നെ ഇപ്പം കണ്ട ആളെ പേര് ചോദിക്കാൻ വിട്ടുപോയെന്ന് തോന്നണം കേട്ടോ. അയ്യോ, പേര് ചോദിക്കാൻ വിട്ടുപോയല്ലോ. ശരി, കുഴപ്പമില്ല. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം പേരൊന്ന്. ഓക്കെ, അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. എന്തായാലും ലാസ്റ്റ് ഓർഡർ പൂജപ്പുരയാണ്ട് ഈ ഓർഡർ കൊടുത്താൽ വീട്ടിൽ പോകാം. സന്തോഷമായി, സമാധാനമായി. അനുഭവിടാ ഇങ്ങേ ഇങ്ങേ നാനാദവനം വെൻറായ് ഹേ റോസാ റോസാ റാസാ വന്ന് ലേസാ പാട ദമക്ക് ദമക്ക് ദമ്മ. 100 രൂപയ്ക്കേ? 100 രൂപയ്ക്ക് അടിച്ചാൽ മതി. 10 രൂപ ചില്ലറയില്ല. ചില്ലറ ഉണ്ടായിരുന്നു. ശരി, കുഴപ്പമില്ല. ഞാൻ 10 മണി. എത്ര തന്നെ കുഴപ്പമില്ല. അങ്ങനെ പോണ്, കാര്യം കഴിഞ്ഞ് പോണ്. ഞാൻ യൂട്യൂബ് ചാനലുണ്ടോ? അത് ശരിയാ, KLTN. ഓക്കെ ഓക്കെ. ഒരു ഹായ് പറഞ്ഞ ചേട്ടാ, ഒരു ഹായ് പറഞ്ഞേരാ. ഹായ്. പേര് ചേട്ടങ്ങളാ? സന്തോഷ്. ഓക്കെ, നിങ്ങളുടെ ചാനലിൻ്റെ പേര് KLTN വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ വരും. ഓക്കെ, ഇന്നത്തെ ഓക്കെ വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും. ഓക്കെ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ശരി എന്നാൽ. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ പുള്ളിക്കാരൻ പരിചയപ്പെടുന്നുണ്ട്. പേര് സന്തോഷമാണ്. കണ്ടാ ഇങ്ങനെയൊക്കെ എന്ത് സ്നേഹങ്ങളുണ്ടോ ഓരോരുത്തരും തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എളുപ്പം കിട്ടുന്ന സാധനം സ്നേഹമാണ്. പക്ഷേ അതേ സമയത്ത് ഭയങ്കര വാല്യുബിളുള്ള സാധനമാണ്. അപ്പോൾ നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര വാല്യുബിളാണ്. മനസ്സിലായല്ലോ? ഇതാണ് മെസ്സേജ്. അതുകൊണ്ട് മാക്സിമം സ്നേഹം സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ എൻ്റെ സ്വന്തം ഏരിയയായി പൂജപ്പുര എത്തിയിട്ടുണ്ട്. പൂജപ്പുര പാതിരാപ്പള്ളി ലൈനാണ് പോകേണ്ടത്. നമ്മൾ ശ്യാമിൻ്റെ വീട് അവിടെയാണ് പറഞ്ഞത്, പാതിരാപ്പള്ളി ലൈനിൽ. പറ്റുമെന്നുണ്ടെങ്കിൽ ശ്യാമിനെ കണ്ടിട്ട് പോകാം. ഓക്കെ, ആ പബ്ലിക് പ്ലേസ് സെർവ് ചെയ്യാൻ പാടില്ല, വലിച്ചുകൊണ്ട് പോയാണ് ഒരു കാര്യത്തിൽ. ശരി, കുഴപ്പമില്ല, വലിക്കട്ടെ. ഒരു മിനിറ്റ് വെയിറ്റ്. മാപ്പ് നോക്കണോ? ഇവിടെ മാപ്പ് നോക്കേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം കാണാപ്പാടാണ്. ഇവിടെ അല്ലേ? ഓക്കെ ശരി. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 76 രൂപ 23 പൈസയാണ്. അപ്പോൾ അതാണ് ശ്യാമിൻ്റെ വീട്. അവിടെ ശ്യാം ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. ശരി, കുഴപ്പമില്ല. പിന്നെ ദിവസം പോവാം, സമയമായി. അപ്പോൾ ശ്യാമേ സോറി കേട്ടോ, പിന്നെ ദിവസം വരാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ കണക്ക് പറയേണ്ട എത്രയാണെന്നുള്ളത്. ഇന്നത്തെ കണക്കെന്ന് പറഞ്ഞത് ഇതൊന്ന് മാറിയതൊക്കെ. അപ്പോൾ ഇന്നത്തെ ഓർഡർ ഏണിംഗ് എന്ന് പറഞ്ഞത് 332 രൂപ 57 പൈസ. പിന്നെ കസ്റ്റമർ ടിപ്പ് 15 രൂപ. ഇൻസെൻറ്റീവ് ഓഫർ 125 രൂപ. പിന്നെ ഇതൊന്നും 22 രൂപ അതർ TDSൻ്റെ ലാസ്റ്റ് ബാലൻസിൻ്റെ എന്തോ സംഭവമാണത്. അത് ഓക്കെ, അതിരിക്കട്ടെ. പിന്നെ ഒരു 14 രൂപ മൈനസ് ഉണ്ട്. ജിഗ് ക്യാൻസൽ ചെയ്ത്. ഓക്കെ, അതും കൂടെ പോട്ടെ. ശരി, ഇപ്പോൾ എല്ലാം കൂടെ മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 494 രൂപ 57 പൈസയാണ്. ഉള്ള വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഓടിയ മൊത്തം കിലോമീറ്റർ തന്നെ പറയണ്ടേ. ഇതാര് പട്ടി നോക്കിയാണ്? സുധീഷെ വിട്ട് ഓടിക്കുമോ? പട്ടി. അപ്പോൾ ഇന്നോടിയ മൊത്തം കിലോമീറ്റർ എന്ന് പറഞ്ഞത് 41 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു പട്ടി ഇപ്പോൾ അടുത്ത് വന്നായിരുന്നു. നമ്മളൊന്നും ചെയ്തില്ല, പക്ഷേ ഒരുമാതിരി നോട്ടം നോക്കിയായിരുന്നു. പിന്നെ ഏതൊരു പട്ടിയെ കണ്ട് ഓടിച്ചങ്ങോട്ട് പോയി. ശരി, നമ്മളൊന്നും ചെയ്തില്ല, അതിന് വലിയ കാര്യം. വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു, സ്നാക്സ് വാങ്ങിയാൽ പറഞ്ഞ്. അപ്പോൾ മുറുക്ക് വാങ്ങിച്ചുകൊണ്ട്. ഇതെന്ത് മുറുക്ക് ഇത്? ഒരു മുറുക്ക് 5 മുട്ട എനിക്ക്. ഓക്കെ, രാത്രി ഓംപ്ലേറ്റ് വിത്ത് ദോശ കഴിക്കണം. അല്ലല്ല, ദോശ വിത്ത് ഓംപ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ദോശ വിത്ത് ഓംപ്ലേറ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാം. അത്ര തന്നെ പോകാമല്ലോ. അപ്പോൾ സ്നാക്സ് 50 രൂപ ആയിട്ടുണ്ട്. 5 മുട്ടയ്ക്ക് 35 രൂപ ആയിട്ടുണ്ട്. ടോട്ടൽ എല്ലാം കൂടെ 85 രൂപ ആയിട്ടുണ്ട്. ഓക്കെ, ജുംബല്ല ജുംബാലേ. എവിടെയാ പാട്ട് കേൾക്കണം കേട്ടാ? ഓണം കഴിഞ്ഞില്ലേ ഇപ്പോഴും? DJ പാട്ട്. കണ്ണഴകി കാതലിയല്ലോ ഇഞ്ചക്ക ചക്ക. ഓക്കെ, റീച്ച്ഡ് ഹോം. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറഞ്ഞത് ദോശ ചമ്മന്തിയാണ്. അപ്പോൾ എനിക്കൊരു ഓംപ്ലേറ്റ് ബുൾസയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിച്ചിട്ട് ലാസ്റ്റ് ബുൾസ് കഴിക്കാം. ഓക്കെ, വാ കഴിക്കാം. വിശക്കും. നല്ല വിശപ്പ്. ചൂട് ദോശ ചമ്മന്തി ബുൾസ് കഴിക്കാം. വേറെ ഒന്നും വേണ്ട. അപ്പോൾ അത്ര വേറെ പറയാനില്ല. ക്ഷീണിച്ചിരിക്കുകയാണ് എൻ്റെ. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. ഗായ് കമോൺ ഗായ്, ഒട്ടകയിൽ കാണാം.